നമുക്ക് നമ്മുടെ വയറിൻ്റെ ഭിത്തിയിൽ അല്ലെങ്കിൽ വയറിൻ്റെ മസിലിൽ വരുന്ന ഒരു വീക്ക്നെസ്, അതിലുള്ള ബലക്കുറവ് കാരണം നമ്മുടെ വയറിനകത്തുള്ള കുടൽ അല്ലെങ്കിൽ കുടലിൻ്റെ കൂടെയുള്ള കൊഴുപ്പ്, ഈ ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് തള്ളി വരുന്നതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് വിളിക്കുന്നത്. സാധാരണ ഒരു ചെറിയ തടിപ്പ് ചിലപ്പോൾ വരും, ചിലപ്പോൾ പോവും. നമുക്ക് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാതിരിക്കുന്ന ഒരു ചെറിയ തടിപ്പിനെ നമ്മൾ എന്തിനു പേടിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തനിയെ പുറത്തേക്ക് വരികയും തനിയെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്ന ഈ ഒരു ചെറിയ തടിപ്പ് പെട്ടെന്നൊരു ദിവസം ഉള്ളിലേക്ക് പോകാതെ വരിക, അല്ലെങ്കിൽ അതിൽ ഭയങ്കര വേദനയായിട്ട് വരിക, അതല്ലെങ്കിൽ അത് ഭയങ്കര കട്ടി കൂടി വരുന്നു, നമുക്ക് കളർ വ്യത്യാസം വരുന്നു, ചെറിയൊരു ചുവന്ന നിറത്തിൽ മാറുന്നു, അല്ലെങ്കിൽ കറുപ്പ് നിറത്തിൽ മാറുന്നു, നമുക്ക് ഛർദിയും ബുദ്ധിമുട്ടുകളും വരുന്നു, വയറിന് വീർമത വരുന്നു, അതല്ലെങ്കിൽ നമുക്ക് പനി, അതിനോട് കൂടെ മറ്റ് ലക്ഷണങ്ങളിൽ, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മൾ ഒരു ഹെർണിയ കോംപ്ലിക്കേറ്റഡ് ആയി എന്ന് പറയുന്നത്. ഇത് ഒരു ഹെർണിയയിൽ എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന ഒരു സാധാരണ ഹെർണിയ ആണെങ്കിൽ കൂടി അത് ചികിത്സിച്ച് മാറ്റുന്നതോ അല്ലെങ്കിൽ സർജറി ചെയ്ത് അത് മാറ്റുന്നതോ ആണ് നല്ലതെന്ന് അഭിപ്രായപ്പെടുന്നതിന് പിന്നിലെ കാര്യം അതാണ്. ഏത് രീതിയിലുള്ള ശസ്ത്രക്രിയയാണ് ഒരു രോഗിക്ക് കൂടുതൽ ഉപകാരപ്രദമാവുക എന്നുള്ളത് നമുക്കൊരു രോഗി കണ്ടതിന് ശേഷം ഹെർണിയയുടെ വലുപ്പം, അതല്ലെങ്കിൽ എത്ര ഹെർണിയകൾ ഉണ്ട്, എത്ര സ്ഥലത്ത് നമുക്ക് സർജറികൾ ചെയ്യാനുണ്ട്, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം രോഗിയുടെ ഒരു ക്ലിനിക്കൽ പ്രൊഫൈൽ കണ്ടതിന് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഹെർണിയ രോഗനിർണയ ക്യാമ്പ് നടത്തുന്നുണ്ട്. എല്ലാവരും ഈ അവസരം നന്നായി ഉപയോഗിക്കാനും ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാനും ശ്രദ്ധിക്കുക. AR Super Specialty Hospital. Your health, our priority.